ഹലോ, എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ എടുത്ത് വെച്ചൊരു വീഡിയോ കേട്ടോ. പക്ഷേ ഇതുവരെ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം പൊടി തട്ടിയെടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ എപ്പോൾ എനിക്ക് സങ്കടം വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം വന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ പോകാനായിട്ട് ഇസ്രായേലിൽ വന്നിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ജെറുസലേം ആട്ടോ. അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥലവുമാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഞാൻ ജെറുസലേമിൽ പോയിട്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ആ ഹെൽത്ത് ഇഷ്യൂ കാരണം എനിക്ക് ട്രാവൽ ഞാൻ തന്നെ ബാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ അതിൽ നിന്നൊക്കെ റിക്കവറായി വരുന്നത് കൊണ്ട് ട്രാവൽ ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ എൻ്റെ ആളിങ്ങ് എത്തിയിട്ട് ആൾക്ക് ഇതുവരെ ജെറുസലേമിൽ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഓഫ് എടുത്ത് അങ്ങ് പോകാമെന്ന് ഓർത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ യാത്ര തുടങ്ങി. ഞങ്ങളുടെ ഇസ്രായേലിൽ വന്നിട്ടുള്ള ആദ്യത്തെ യാത്ര, അതും ജെറുസലേം പള്ളിയിലേക്ക്. പോകുന്ന വഴികളിലെ കാഴ്ചകളൊക്കെ കണ്ട് എന്നെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജെറുസലേമിലെത്തി എന്ന് ഞാൻ പറഞ്ഞു, ഇത് ജെറുസലേമിലേക്ക് എത്താറായ സ്ഥലമാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മാക്സിമം എന്നെ ചൊറിയാണ്. ആണോ, ഈ വഴി കൂടിയല്ലേ കർത്താവ് പോയത്, ആ വഴി കൂടിയല്ലേ കർത്താവ് പോയത് എന്നും പറഞ്ഞ് മാക്സിമം എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന നീ കണ്ടേ. അയ്യോ, പാവത്തെ പോലെ ഇരിക്കുന്ന കണ്ടില്ലേ, ഒന്നും അറിഞ്ഞിട്ടില്ല, പാവം കുട്ടി. അങ്ങനെ ഞങ്ങൾ എന്തായാലും ജെറുസലേമിലെത്തി. ജെറുസലേം ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ നമ്മൾ ഇറങ്ങുന്നത് ട്രെയിനിലേക്കാണ് കേട്ടോ. ട്രെയിനിന് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവിടെ എത്താം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഞങ്ങൾ ട്രെയിനിൽ കയറി നേരെ ജെറുസലേമിലെത്തി. അവിടെ അധികം തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ നമ്മൾ പോകുന്ന ട്രെയിനിലാണേലും ബസ്സിനാണേലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതേപോലെ നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന വഴികളിലും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ പള്ളിയിൽ അധികം തിരക്കൊന്നുമില്ല. നമുക്ക് സമാധാനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും യേശുവിൻ്റെ കല്ലറയിൽ കയറി ഇരുന്ന് പ്രാർത്ഥിക്കാനും രണ്ടുപേർ കൂടി ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറ്റി. അതിന് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ഇങ്ങോട്ട് വരാൻ ചെന്നപ്പോഴത്തേക്ക് 8 വർഷം 9 വർഷമായി ഞാൻ ഇസ്രായേലിൽ വന്നിട്ട്. ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് നിൻ്റെ നാട്ടിൽ വരാനായിട്ട് പറ്റണേന്ന്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരാനായിട്ട് ഒരുങ്ങിയപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യമുണ്ട്, നിൻ്റെ നിശ്ചയം എന്താണോ അതുപോലെ നടക്കട്ടെ. നിനക്ക് ആൾ ഇവിടെ എത്താനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ സ്ഥലം കാണണം, നിൻ്റെ കല്ലറയിൽ ഒന്ന് വരണം, പ്രാർത്ഥിക്കണം എന്ന് നീ അനുവദിക്കുവാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇവിടെ എത്തും. അതേപോലെ തന്നെ ഇവിടെ എത്തി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു പോകാൻ പറ്റി. കർത്താവിൻ്റെ കല്ലറയിൽ പ്രാർത്ഥിച്ചു, വീട്ടുകാരെയൊക്കെ വിളിച്ച് കാണിച്ചു. ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാറില്ല കേട്ടോ. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ മാക്സിമം എൻ്റെ അമ്മയെ വിളിക്കും, ചേച്ചി അവൈലബിൾ ആണെങ്കിൽ ചേച്ചിയെ വിളിക്കും, അവരെയൊക്കെ വിളിച്ച് കാണിക്കാറാണ് അത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.